ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എ പ്രയറി ഓർ മാത്തമാറ്റിക്കൽ പ്രോബബിലിറ്റിയാണ് പഠിച്ചത്. അതിൽ നമുക്കറിയാം ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ആണ്. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിന് ഫിനിറ്റ് നമ്പർ ഓഫ് ഔട്ട്കംസ് മാത്രമേ ഉള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരം പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എല്ലാ ഇവൻറ്റ്സും എങ്ങനത്തെ ആയിരിക്കണം? ഈക്വലി ലൈക്ലി അല്ലെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കണം. അതായത് ഒരു കോയിൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം അതിന് രണ്ട് ഉത്തരേ വരാനുള്ളൂ, ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. അതെല്ലാം ഈക്വലി ലൈക്ലിയാണ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. അതായത് ഈക്വൽ ചാൻസ് ആണ് ഹെഡ് വരാനും ടെയിൽ വരാനും. ഒരാൾക്കും പറയാൻ പറ്റില്ല 90% ഹെഡ് വരുന്നത്. കാരണം അത് ഉണ്ടാവാനുള്ള സാധ്യത പറഞ്ഞാൽ ഈക്വൽ ചാൻസ് ആണ്. അതാണ് ഈക്വലി ലൈക്ലി എന്ന് പറയുന്നത്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് പറഞ്ഞാൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ മറ്റേത് വരില്ല, ഹെഡ് വന്നാൽ എന്തായാലും ടെയിൽ വരില്ല. അപ്പോൾ എ പ്രയറി പ്രോബബിലിറ്റി നമ്മൾ യൂസ് ചെയ്യുക ഫിനിറ്റ് നമ്പർ ഓഫ് ഔട്ട്കംസ് ഉള്ള ഈക്വലി ലൈക്ലി മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇവൻറ്റിന് മാത്രമേ നമുക്ക് എ പ്രയറി പ്രോബബിലിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് കോയിൻ ടോസ് ചെയ്യുക, ഡൈ ഇടുക, അത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ ഈ പ്രോബബിലിറ്റി യൂസ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്കൊരു പുതിയ പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കൂ. 2 unbiased dice are thrown. Find the probability that both the dice show the same number. അതായത് 2 അൺബയാസ്ഡ് ഡൈ ത്രോ ചെയ്യാമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ 2 അൺബയാസ്ഡ് ഡൈ എന്ന് പറഞ്ഞാൽ നമ്മൾ പാമ്പും കോണിയും കളിക്കുന്ന ഡൈ 2 എണ്ണം ഉണ്ട് കേട്ടോ. അതിടുമ്പോൾ നമുക്ക് പല ഉത്തരങ്ങളാണ് വരിക. ആദ്യത്തെ 1 വരാം, രണ്ടാമത്തെ 1 വരാം, 6 വരാം, 1 വരാം, 5 വരാം, 5 വരാം, അങ്ങനെ കുറേ ഔട്ട്കംസ് ഉണ്ട് അതിന്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എല്ലാ ഔട്ട്കംസും, അതായത് സാമ്പിൾ സ്പേസ് എഴുതി വെക്കണം. അപ്പോൾ നിങ്ങൾ താഴത്തെ ആൻസറിൻ്റെ ഭാഗം നോക്കി അവിടെ നമ്മൾ സാമ്പിൾ സ്പേസ് എഴുതി വെച്ചിട്ടുണ്ട്. 1 1 വരാം, 1 2 വരാം, 1 3 വരാം, 1 4 വരാം, അങ്ങനെ അല്ലെങ്കിൽ 3 1 ആവാം, 4 1 ആവാം, അങ്ങനെ ഫുൾ സാമ്പിൾ സ്പേസ് എഴുതി വയ്ക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ഡൈസ് ഷോ ദി സെയിം നമ്പർ. 2 ഡൈയും ഒരേ നമ്പർ കാണിക്കാൻ എത്ര ചാൻസ് ഉണ്ട്? അപ്പോൾ അതിൽ നമ്മളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാൽ താഴെ എഴുതിയില്ലേ 1 1. അപ്പോൾ രണ്ടും ഒരേ നമ്പറാണ്. 2 2, 3 3, 4 4, 5 5, 6 6. അങ്ങനെ 6 സന്ദർഭങ്ങളിൽ 2 ഡൈയും ഒരേ നമ്പർ കാണിക്കും. ഇനി നമുക്ക് എത്രയാണ് നമ്മുടെ സാമ്പിൾ സ്പേസ്, മൊത്തം എത്ര ചോയ്സ് ഉണ്ട് നമുക്കിങ്ങനെ വരാൻ? 36 ആണ് നമ്മുടെ ടോട്ടൽ സാമ്പിൾ സ്പേസ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ഡൈസ് ഷോ ദി സെയിം നമ്പർ. രണ്ടാമത്തെ ചോദ്യം 1 ഡൈ ഷോസ് 5, മൂന്നാമത്തെ ഫസ്റ്റ് ഡൈ ഷോസ് 5, ടോട്ടൽ നമ്പർ ഓഫ് ദി നമ്പർ ഓൺ ദി ഡൈസ് ഇസ് 8. അങ്ങനെ 5 ചോദ്യങ്ങളുണ്ട്. ടോട്ടൽ നമ്പർ ഓൺ ദി ഡൈസ് ഇസ് ഗ്രേറ്റർ ദാൻ 8. 5 ചോദ്യമാണുള്ളത്. ഓരോന്നിൻ്റെ ആൻസർ നോക്കാം. ആദ്യത്തെ ചോദ്യമായിരുന്നു ബോത്ത് ഡൈസ് ഷോ ദി സെയിം നമ്പർ. അപ്പോൾ അതിൻ്റെ ആൻസർ എത്രയാണ്? നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. ഫേവറബിൾ കേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 6 ആണ്. അപ്പോൾ 6/36. രണ്ടാമത്തെ ചോദ്യം 1 ഡൈ ഷോസ് 5. ഒരേ ഒരു ഡൈ മാത്രം 5 കാണിക്കണം, 5 എന്നുള്ള നമ്പർ. അങ്ങനെ എത്ര സിറ്റുവേഷൻ ഉണ്ടെന്ന്. അപ്പോൾ ആദ്യത്തെ റോ നമ്മുടെ 1 1 1 2 എന്നുള്ള റോ ആണ്. അതിൽ 1 5 വരുമ്പോൾ ഒരു പ്രാവശ്യം 5 കാണിച്ചു, 2 5 ഉണ്ട്, 3 5, 4 5. ഇനി ഇത് കൂടാണ്ട് 5ൻ്റെ റോ എടുത്തു കഴിഞ്ഞാൽ 5 1, 5 2, 5 3, 5 4. 5 5 എടുക്കാൻ പാടില്ല, 5 5 എടുക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്രാവശ്യം 5 കാണിക്കുന്നുണ്ട്. പിന്നെ 5 6 കാണിക്കാം. 5 6ൽ ഒരു 5 ഉള്ളൂ. ഇനി 6 5, അതിൽ ഒരു 5 ഉള്ളൂ. അപ്പം അങ്ങനെ 10 തവണ ഡൈയിൽ 5 വരും. അതാണ് 1 ഡൈസ് ഷോസ് 5 എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആൻസർ 10/36 ആണ്. 10 പ്രാവശ്യം ഡൈയിൽ ഒരു 5 വരുന്നുണ്ട്. അടുത്ത ചോദ്യം ഫസ്റ്റ് ഡൈ ഷോസ് 5. ആദ്യത്തെ ഡൈ 5 കാണിക്കണ എത്ര ചാൻസ് ഉണ്ട്? അപ്പോൾ നമുക്കറിയാം ആ 5 എന്നുള്ള കോളാണ്. 5 എന്നുള്ള കോളത്തിൽ 5 1, 5 2, 5 3, 5 4, 5 5, 5 6. 6 പ്രാവശ്യം ആദ്യത്തെ ഡൈ 5 എന്നുള്ള നമ്പർ കാണിക്കും. അതാണ് 6/36. അപ്പോൾ അത് കൗണ്ട് ചെയ്ത് നോക്കുക. 5 എന്നുള്ള കോളം മൊത്തത്തിൽ നിങ്ങൾ കൗണ്ട് ചെയ്യുമ്പോൾ 5 1, 5 2, 5 3, 5 4, 5 5, 5 6. ആദ്യത്തെ 5 വരാനുള്ള സാധ്യത 6 തവണയാണ്. അപ്പോൾ 6/36. അടുത്ത ചോദ്യം ടോട്ടൽ നമ്പർ ഓൺ ദി ഡൈസ് ഇസ് 8.
രണ്ട് നമ്പറും കൂടി കൂട്ടുമ്പോൾ 8 വരാനുള്ളത് കേട്ടോ. ടോട്ടൽ നമ്പർ ഓൺ ദ ഡൈസ് ഇസ് 8. അതായത് ഏതൊക്കെ നമ്പറുകൾ രണ്ടും കൂട്ടുമ്പോഴാണ് 8 വരുന്നത് എന്നുള്ളത്. 6ഉം 2ഉം കൂട്ടുമ്പോൾ 8 വരും. 5ഉം 3ഉം കൂട്ടുമ്പോൾ 8 വരും. 4ഉം 4ഉം 8. 5ഉം 3ഉം 8. 6ഉം 2ഉം 8. അങ്ങനെ 5 തവണ രണ്ട് നമ്പർ കൂട്ടുമ്പോൾ 8 വരും. അതുകൊണ്ടാണ് അതിൻ്റെ ആൻസർ 5/36. അടുത്ത ചോദ്യം, ടോട്ടൽ ഓഫ് ദ നമ്പർ ഓൺ ദ ഡൈസ് ഇസ് ഗ്രേറ്റർ ദാൻ 8. 8നേക്കാളും കൂടുതലാണ് ഈ ഡൈസിൻ്റെ രണ്ട് നമ്പറും കൂടി കൂട്ടുമ്പോൾ. അപ്പോൾ 8 പാടില്ല, 8നേക്കാൾ കൂടുതൽ 9 വരണം. അപ്പോൾ 6ഉം 3ഉം അവിടെ മുതലേ തുടങ്ങുന്നത്. 3,6 എന്നുള്ള ആ കോളം ഉണ്ടല്ലോ, 3ൻ്റെ കോളം, അവിടെയാണ് ആദ്യമായിട്ടൊരു നമ്പർ രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് 8ന് മേലുള്ള നമ്പർ വരുന്നത്. അപ്പോൾ 3ഉം 6ഉം കൂട്ടുമ്പോൾ 9ആണ്. 4ഉം 5ഉം കൂട്ടുമ്പോൾ 9ആണ്. 4ഉം 6ഉം 10. അപ്പോൾ അതെടുക്കാം, കുഴപ്പമില്ല. പിന്നെ 5ൻ്റെ കോളം നോക്കുമ്പോൾ 5ഉം 4ഉം അവിടെ 9 വരുന്നുണ്ട്. 5ഉം 5ഉം 10 വരുന്നുണ്ട്. 5ഉം 6ഉം 11 വരുന്നുണ്ട്. ഇനി 6ൻ്റെ കോളത്തിൽ 6,3, 6,4, 6,5, 6,6. അങ്ങനെ 10 തവണ എന്ത് വരുന്നുണ്ട്, 8നേക്കാൾ കൂടുതൽ നമ്പർ വരുന്നുണ്ട്. രണ്ട് നമ്പറും കൂടി കൂട്ടുമ്പോൾ 8നേക്കാൾ മേലെ എത്ര തവണ എന്നാണ് ചോദിച്ചേക്കണം. രണ്ട് നമ്പറും കൂടി കൂട്ടുമ്പോൾ 8നേക്കാൾ കൂടുതൽ, 8 വരാൻ പാടില്ല. അപ്പോൾ അത് 9 മുതലുള്ള നമ്പർ വരാം. അപ്പോൾ 10 തവണയാണ് വരുന്നത്. അതാണ് അതിൻ്റെ ആൻസർ 10/36. ഇനി അടുത്ത ചോദ്യം, എ ബോൾ ഈസ് ഡ്രോൺ ഫ്രം എ ബാഗ് കണ്ടെയ്നിങ് 4 വൈറ്റ് 6 ബ്ലാക്ക് ആൻഡ് 5 ഗ്രീൻ ബോൾസ്. ഒരു ബാഗിൽ 3 കളറുള്ള ബോളുണ്ട്. വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ എത്ര ബോളുണ്ട് മൊത്തം? 4, 6, 15, 15 ബോളുണ്ട്. അത് 3 കളറായിട്ടാണ് ഈ ബാഗിൽ കിടക്കുന്നത്. ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി പ്രോബിലിറ്റി ദാറ്റ് എ ബോൾ ഡ്രോൺ ഇസ് വൈറ്റ്. ഒരു ബോൾ എടുത്താൽ അത് വൈറ്റ് ആവാൻ എത്ര ചാൻസ് ഉണ്ട്? രണ്ടാമത്തെ ചോദ്യം ഗ്രീൻ, മൂന്നാമത്തെ ചോദ്യം ബ്ലാക്ക്, 4 നോട്ട് ഗ്രീൻ, 5 ഗ്രീൻ ഓർ വൈറ്റ്. അങ്ങനെ 5 ചോദ്യമാണ് ഉള്ളത്. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഇവിടെ ആകെ 15 ബോളാണ് ഉള്ളത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എന്നുള്ളത് 15 വരിക. ആദ്യത്തെ ചോദ്യം പി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ. അങ്ങനെ ആൻസർ ചെയ്താൽ പി ബ്രാക്കറ്റിൽ ഡ്രോയിങ് എ വൈറ്റ് ബോൾ. ഒരു വൈറ്റ് ബോൾ കിട്ടാൻ എത്ര ചാൻസ് ഉണ്ട്? ആകെ നമ്പർ ഓഫ് ഫേവറബിൾ കേസ് നമുക്ക് എത്രയാണ്? 4 വൈറ്റ് ബോളാണ് ഉള്ളത്. അപ്പോൾ 4/15. ഗ്രീൻ ബോൾ, എത്ര ഗ്രീൻ ബോൾ ഉണ്ട്? 5 ഗ്രീൻ ബോൾ ഉണ്ട്. അപ്പോൾ 5/15. ബ്ലാക്ക് ബോൾ 6 ഉള്ളത്. അപ്പോൾ 6/15. നാലാമത്തെ ചോദ്യം നോട്ട് എ ഗ്രീൻ ബോൾ. ഗ്രീൻ ആവരുത്, മറ്റേത് രണ്ടും ആവാം. അപ്പോൾ വൈറ്റും ബ്ലാക്കും കൂടി 4 + 6 10 ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ആൻസർ 10/15. ഇനി അടുത്ത ചോദ്യം പി ഓഫ് ഡ്രോയിങ് എ ഗ്രീൻ ഓർ വൈറ്റ്. ഗ്രീൻ 5 ഉണ്ട്, വൈറ്റ് 4 ഉണ്ട്. അപ്പോൾ ഗ്രീൻ ഓർ വൈറ്റ് എന്ന് പറയുമ്പോൾ 5 + 4/15 = 9/15. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കാർഡ് ഈസ് ഡ്രോൺ ഫ്രം എ പാക്ക് ഓഫ് കാർഡ്സ്. ഷീറ്റിൻ്റെ കാര്യമാണ് പറയണത്. ഷീറ്റ് കളിക്കുന്ന ആൾക്കാർക്ക് അറിയാം 52 കാർഡ് ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് ഡിസ്കസ് ചെയ്തതാണ്, ഒരു പാക്കറ്റ് കാർഡിൽ എത്ര ടൈപ്പ് കാർഡ് ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെ ഒരു പാക്ക് ഓഫ് കാർഡിൽ നിന്ന് നിങ്ങളൊരു കാർഡ് എടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ ബ്ലാക്ക് കാർഡ്. ബ്ലാക്ക് ആവാൻ എത്ര ചാൻസ് ഉണ്ട്? രണ്ടാമത്തെ ചോദ്യം എ കിങ്, മൂന്നാമത്തെ എ ക്വീൻ, 4 എ സ്പേഡ്, 5 എ സ്പേഡ് കിങ്, 6 എ കിങ് ഓർ ക്വീൻ. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ കുട്ടിക്ക് കൃത്യമായിട്ട് ഒരു പാക്കറ്റ് കാർഡിൽ എത്ര ഷീറ്റ് ഉണ്ടാവുമെന്നും അതിൻ്റെ കളർ എന്താണെന്നും അതിൻ്റെ സിമ്പിൾ എന്താണെന്നും ഒക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ 52 കാർഡിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിങ്ങനെ ഉണ്ടാവുക. സ്പെയ്ഡിനെല്ലാം ബ്ലാക്ക് കളറാണ്. സ്പെയ്ഡിൻ്റെ ചിഹ്നം നോക്കി ഞാൻ താഴത്തെ അവിടെ എഴുതിയിട്ടുണ്ട്. സ്പെയ്ഡ് ഒരു ലീഫിൻ്റെ ചിഹ്നം കണ്ടോ അതുണ്ട്. ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു ഫ്ലവറിൻ്റെ ചിഹ്നം ഉണ്ടാവും, അതും ബ്ലാക്ക് കളറാണ് പതിവ്. സ്പെയ്ഡിൽ ജാക്ക്, കിങ്, ക്വീൻ, എയ്സ് ഉണ്ടാവും. പിന്നെ 2 മുതൽ 10 വരെ നമ്പർ ഉണ്ടാവും. ക്ലബിലും അതെ, ജാക്ക്, കിങ്, ക്വീൻ, എയ്സ് ഉണ്ടാവും. 2 to 10. ഹാർട്ട്, ഒരു ഹാർട്ട് ഷേപ്പ് ഉണ്ടാവും, ലവിൻ്റെ ഷേപ്പ്, അത് റെഡ് കളറാണ് പതിവ്. അതിലും ജാക്ക്, കിങ്, ക്വീൻ, എയ്സ് 2 മുതൽ 10. ഡയമണ്ടും റെഡ് കളറാണ് പതിവ്. ഡയമണ്ടിൻ്റെ ഷേപ്പായിരിക്കും. ജാക്ക്, കിങ്, ക്വീൻ, എയ്സും 2 മുതൽ 10 വരെ ഉണ്ടാവും. അപ്പോൾ ഒരു സ്പെയ്ഡിൽ മൊത്തം 13 കാർഡാണ് ഉണ്ടാവുക. ഓക്കെ, ക്ലബും 13, ഹാർട്ടും 13, ഡയമണ്ടും 13. ഇനി നമുക്ക് നോക്കാം, ഒക്കെ കൂടി കൂട്ടുമ്പോൾ 52 കിട്ടും. ആദ്യത്തെ ചോദ്യം പി
ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ ബ്ലാക്ക് കാർഡ്. ഒരു ബ്ലാക്ക് കാർഡ് എടുക്കാൻ എത്ര ചാൻസ് ഉണ്ടെന്നാണ് ചോദ്യം. ആകെ 52 കാർഡാണെന്ന് അറിയാം. അപ്പോൾ നമ്മുടെ ഫോർമുല എന്താണ്, പ്രോബിലിറ്റി ഓഫ് ഇവൻറ്റ് എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസ് ആണ് നമ്മുടെ ഫോർമുല. അതിൽ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 52 കാർഡ് ഉണ്ട്. അതിൽ ബ്ലാക്ക് കിട്ടാൻ ഏതൊക്കെ ബ്ലാക്ക്, സ്പെയ്ഡും ബ്ലാക്കാണ്, ക്ലബും ബ്ലാക്കാണ്. സ്പെയ്ഡ് 13 ഉണ്ട്, ക്ലബ്ബ് 13 ഉണ്ട്. അങ്ങനെയാണ് 13 + 13 26/52 വരുന്നത്. അടുത്തത് എ കിങ്. നാല് ക്ലാസിഫിക്കേഷനിലും സ്പെയ്ഡിലും ക്ലബിലും ഹാർട്ടിലും ഡയമണ്ടിലൊക്കെ ഓരോ കിങ് ഉണ്ട്. അപ്പോൾ ആകെ 4 കിങ് ഉണ്ട്. അതുകൊണ്ട് 4/52. അടുത്തത് ഡ്രോയിങ് എ ക്വീൻ. 4 ക്വീനാണുള്ളത്. സോ 4/52. അടുത്ത് ഡ്രോയിങ് എ സ്പെയ്ഡ്. സ്പെയ്ഡ് ആവാൻ സ്പെയ്ഡിൻ്റെ താഴത്ത് 13 കാർഡുകളുണ്ട്. അപ്പോൾ അതിലത്തെ ഏത് വേണമെങ്കിലും ആവാം. അപ്പോൾ ആകെ 13 ഫേവറബിൾ കേസ് ഉണ്ട്. 13/52. സ്പെയ്ഡ് കിങ്, വെറും കിങ് അല്ല, സ്പെയ്ഡ് കിങ് ആവണം. അങ്ങനെ ഒരേ ഒരു കാർഡേ ഉള്ളൂ സ്പെയ്ഡ് കിങ് ഉള്ളത്. അതുകൊണ്ടാണ് 1/52. അടുത്തത് ഡ്രോയിങ് എ കിങ് ഓർ ക്വീൻ. കിങ് ആവാം അല്ലെങ്കിൽ ക്വീൻ ആവാം. 4 കിങ്ങും ഉണ്ട്, 4 ക്വീനും ഉണ്ട്. അപ്പോൾ 4 + 4 8. 8/52. അങ്ങനെയാണ് ഈ ആൻസർ വരിക. അപ്പോൾ ഈ കാർഡിനെ പറ്റിയിട്ട് തറ നോളജ് വേണം, അത് കാണാതെ പഠിക്കുക തന്നെ വേണം ആ ക്ലാസിഫിക്കേഷൻ. അടുത്ത ചോദ്യം, ഇഫ് ഓഡ്സ് ഇൻ ഫേവർ ഓഫ് എ സോൾവിങ് എ പ്രോബ്ലം ആർ 2 to 3. എ എന്ന് പറഞ്ഞ ഒരാൾ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സാധ്യത 2 തൊട്ട് 3 വരെയാണ്. ഓക്കെ. ഓഡ്സ് എഗെയിൻസ്റ്റ്, ആ വാക്ക് ശ്രദ്ധിക്കണം. ആദ്യത്തെ ഓഡ്സ് ഇൻ ഫേവർ ആയിരുന്നു, രണ്ടാമത്തെ ഓഡ്സ് എഗെയിൻസ്റ്റ് ആണ്. ബി എന്ന് പറഞ്ഞ ആൾ സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലം 3 to 5 ആണ്. ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് എ സോൾവിങ് ദി പ്രോബ്ലം. രണ്ടാമത്തെ ബി സോൾവിങ് ദ പ്രോബ്ലം. എ സോൾവ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/5 ആണ്. ആകെ 5 ചാൻസ് ഉള്ളത് ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ കേസ്. അതിൽ എ സോൾവ് ചെയ്യാനുള്ള സാധ്യത 2/5. ഞാൻ അപ്പുറത്ത് പെന്നോണ്ട് എഴുതിയിട്ടുണ്ട്. പ്രോബിലിറ്റി ഓഫ് പി എ നോട്ട് സോൾവിങ്, എ സോൾവ് ചെയ്യാത്ത സാധ്യത 3/5 ആണ് വരിക. ഇനി രണ്ടാമത്തെ ചോദ്യം, ബി സോൾവിങ് ദി പ്രോബ്ലം ആണ്. ബി സോൾവിങ് ദി പ്രോബ്ലം 3 അല്ല 5/8 ആണ് വരിക. അതിനൊരു കാരണമുണ്ട്. ഇവിടെ ഓഡ്സ് എഗെയിൻസ്റ്റ് ബി ആണ് പറഞ്ഞേക്കുന്നത്. അതായത് ബി സോൾവ് ചെയ്യാണ്ടിരിക്കാനുള്ള സാധ്യതയാണ് 3 to 5. അപ്പോൾ പെന്നോണ്ട് എഴുതി നോക്കൂ, പി ഓഫ് ബി നോട്ട് സോൾവിങ്. ബി സോൾവ് ചെയ്യാണ്ടിരിക്കാനുള്ള സാധ്യത 3/8ഉം സോൾവ് ചെയ്യാനുള്ള സാധ്യത 5/8 ആണ് വരിക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓഡ്സ് ഇൻ ഫേവർ ഓഫ് എ സോൾവിങ് ദ പ്രോബ്ലം എന്ന് പറയുമ്പോൾ അവിടെ സോൾവ് ചെയ്യാനുള്ള സാധ്യത ലെഫ്റ്റ് ടു റൈറ്റാണ് പോവുക. അതാണ് ലെഫ്റ്റിലത്തെ നമ്പർ 2. 2/5 വരും സോൾവ് ചെയ്യാനുള്ള. ഫേവർ ആയതുകൊണ്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. ഓഡ്സ് എഗെയിൻസ്റ്റ് ബി സോൾവിങ് എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ് ആണ്. അതുകൊണ്ട് സോൾവ് ചെയ്യാണ്ടിരിക്കാനുള്ള സാധ്യതയാണ് 3/8. ചെയ്യാനുള്ള സാധ്യത 5/8 വരിക. Next question. There are 17 balls numbered from 1 to 17 in a bag. ഒരു ബാഗിൽ 17 ബോൾ ഉണ്ട്. ഈ 17 ബോളിനും നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. 1, 2, 3, 4 അങ്ങനെ 17 വരെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇഫ് എ പേഴ്സൺ സെലക്ട് 1 at a random, ഇതിന്ന് ഒരാൾ ഒരു ബോൾ എടുക്കുകയാണെന്ന് വിചാരിക്കും. വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ദാറ്റ് the number printed on the ball be an even number greater than 9? 9നേക്കാളും വലിയ ഈവൻ നമ്പർ ആവാനുള്ള എത്ര സാധ്യത ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ 2, 4, 6, 8, 10 അങ്ങനെ. ഓഡ് നമ്പർ ആണെങ്കിൽ 1, 3, 5, 7. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9നേക്കാളും വലിയ ഈവൻ നമ്പർ ആവണം. അപ്പോൾ 9ൻ്റെ തൊട്ടപ്പുറത്ത് ഈവൻ നമ്പർ ഏതാ? 10, 12, 14, 16. 17 വരെ വരാൻ പാടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് 10, 12, 14, 16. ഇതാണ് ഈവൻ നമ്പേഴ്സ്. അപ്പോൾ ഇത് ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര സാധ്യത ഉണ്ട് 9നേക്കാളും വലിയൊരു ഈവൻ നമ്പർ കിട്ടാൻ? എത്ര സാധ്യത ഉണ്ട്? 10, 12, 14, 16. 4 സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഫേവറബിൾ കേസ് എന്ന് പറഞ്ഞാൽ 4 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എത്ര ബോളുണ്ട്? 17 ബോളുണ്ട്. 17 ബോളിൽ 4 ബോളാണ് നമ്മുടെ ഫേവറബിൾ കേസസ്. അപ്പോൾ 4/17. അപ്പോൾ ഇന്ന് ഇത്രയും മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ഡിസ്കസ് ചെയ്യാം.